ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു ഫുഡ് അടി ബ്ലോഗാണ് ഇന്ന്. ഈ കുക്കർ നമുക്ക് പെട്ടെന്നൊന്നും തുറക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ഇത് മറ്റേ ഹോക്കിൻസ് കോൺട്യൂറുടെ കുക്കറാണ്. ഈ ഒരു കുക്കർ തുറക്കാൻ നമ്മുടെ വീട്ടിലെ അമ്മയാണ് എക്സ്പേർട്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ പാചകവീരൻ പാപ്പുവിന്റെ അല്ല, എന്താ പറയാ, പാചകം എന്നുള്ളൊരു കല ജനിച്ചപ്പോഴേ അനുഗ്രഹമായി കിട്ടിയ എൻ്റെ അമ്മയുടെ പാചകമാണ് ഇന്ന് കേട്ടോ. ഇന്ന് നോൺ വെജ് ഒന്നുമില്ല. ഇത് വന്നിട്ട് വാങ്കി ബാത്ത് ആണ് കേട്ടോ. വാങ്കി ബാത്ത് എന്നുള്ളത് കർണാടകയിലെ ഒരു സ്പെഷ്യൽ ചോറാണ്. അതായത് നമ്മുടെ ഭാഷയെ പറയുകയാണെങ്കിൽ വഴുതിനിങ്ങ ചോറ്. പക്ഷെ വഴുതിനിങ്ങ കർണാടകയിലെ ബദനേക്കായി എന്നാണ് പറയുക. പിന്നെ എന്തുകൊണ്ട് വഴുതിനിങ്ങ ചോറിന് വാങ്കി ബാത്ത് എന്നുള്ള പേര് വന്നു എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഈ വാങ്കി ബാത്തിന്റെ പൗഡർ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഒരു വഴുതിനിങ്ങ ചോറിനെയാണോ ഇവൾ ഇത്രയും പൊക്കി അടിക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഗൈസ്. ഇതൊരു അപാര ടേസ്റ്റ് ഉള്ള ചോറാണ് കേട്ടോ. നമുക്കൊരു നോൺ വെജ് കഴിക്കുന്ന ഫീല് ആ വഴുതിനിങ്ങ പീസ് കഴിക്കുമ്പോൾ കിട്ടാറുണ്ട്. മാത്രമല്ല ചോറിന് ഭയങ്കര ഫ്ലേവർ ആണ്. വെറും ഒരു വാങ്കി ബാത്തിൽ ഒതുക്കിയില്ല നമ്മുടെ ഇന്നത്തെ ലഞ്ച്. നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മുരിങ്ങി മുട്ടിയുള്ള ഒരു ഫ്രൈ ഉണ്ടായിരുന്നു, നല്ല പരിപ്പ് കൂട്ടാനുണ്ടായിരുന്നു, കേർഡ് സാലഡ് ഉണ്ടായിരുന്നു, അച്ചാർ ഉണ്ടായിരുന്നു, പിന്നെ അവിയലും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ പ്ലേറ്റിൽ ഇട്ടിട്ട് വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ എന്താ ഗൈസ്, ഞാൻ അവിയൽ പ്ലേറ്റിൽ ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ വേഗം പോയി കുറച്ച് അവിയലെടുത്തു. ഇത് നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ അവിയലാണ്. മഞ്ഞ അവിയലല്ല കേട്ടോ, വെള്ള അവിയലാണ്. നമ്മൾ മഞ്ഞപ്പൊടി ഇടാറില്ല പാലക്കാടുകാർ അവിയൽ ഉണ്ടാക്കുമ്പോൾ. പക്ഷെ എനിക്ക് പേഴ്സണലി മഞ്ഞ കളർ കാണുമ്പോഴാണ് ഒരു സംതൃപ്തി വരാറ് കേട്ടോ. അമ്മ എപ്പോഴും എനിക്ക് വേണ്ടി മഞ്ഞ കളർ ഇട്ട് തരാറുണ്ട്, ഐ മീൻ മഞ്ഞൾ പൊടി ഇട്ട് തരാറുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം അമ്മ മറന്നു ഗൈസ്. ടിപ്പിക്കൽ ഒരു പാലക്കാടുകാരിയായി പോയി. അപ്പൊ ആദ്യത്തെ ഉരുള കഴിക്കുമ്പോൾ കുറച്ച് ചോറെടുത്ത് മാറ്റി വെക്കുക. അതിൽ നല്ലോണം വെന്ത വഴുതിനിങ്ങ പീസ് വെക്കുക, കുറച്ച് മുട്ട ഫ്രൈ വെക്കുക, കുറച്ച് പരിപ്പ് കൂട്ടാൻ വെക്കുക, സാലഡ് വെക്കുക, അച്ചാർ വെക്കുക, അവിയൽ വെക്കുക. ഇതെല്ലാം കൂടെ കുഴച്ച് ഉരുട്ടി ഒരു ബോളിന്റെ സൈസ് ആക്കിയിട്ട് കഴിക്കണം കേട്ടോ. പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഗൈസ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, സ്വർഗത്തിന് മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാണുന്നുള്ളത്. നമ്മൾ സ്വർഗം ഒന്നും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഗൈസ്, ഇത് കഴിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ കിട്ടാറുണ്ട് കേട്ടോ. ഈ കർണാടകക്കാരുടെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ, നമ്മളെപ്പോലെ ഉച്ചയ്ക്ക് കഴിക്കാനിരിക്കുന്ന സമയത്ത് ചോറും കുറേ കറീസും കൂട്ടാനും ഉണ്ടാവില്ല കേട്ടോ. മോസ്റ്റ്ലി എന്തെങ്കിലും ഒരു റൈസ് ആയിരിക്കും. ഒന്നുമില്ലെങ്കിൽ പുളിയോഗ്രെ, അല്ലെങ്കിൽ വാങ്കി ബാത്ത്, ബിസബല ബാത്ത്, തർക്കാരി ബാത്ത്, കേർഡ് റൈസ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ എന്താ, കാര്യം എളുപ്പമായി. ഒരു ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നത്തെ ഉച്ചയൂണ് റെഡിയായി. പിന്നെ പ്രത്യേകിച്ച് വേറെ കറികൾ ആലോചിച്ച് നമുക്ക് തല പോകേണ്ട കാര്യമില്ല. ആൻഡ് കുറേ പേര് ഈ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് രാത്രിയും കഴിക്കാറ് കേട്ടോ. അപ്പൊ ഇവർ ഈ ഒരു റൈസ് ഹോൾസെയിൽ പോലെ വെച്ച് കഴിഞ്ഞാൽ രാത്രിക്കുള്ളതുമായി. ഒരു തരത്തിൽ ആലോചിച്ച ഈ ഒരു ഏർപ്പാട് നല്ലതാണ്. നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്റ്റാമിന വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ. പകരം ഇതേപോലെ നല്ലൊരു ഫ്ലേവർഫുൾ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യാം, നമുക്ക് നല്ല എനർജി കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ ചൂടായിട്ടുള്ള വാങ്കി ബാത്ത് കഴിച്ചിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ പറയട്ടെ, ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആണ് ഗൈസ്. ഞാൻ ഇത് വെറുതെ പൊക്കാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ കുറേ കഴിച്ചു പോകും കേട്ടോ. പിന്നെ ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം വാങ്കി ബാത്തിന്റെ ആ ഒരു പൗഡർ വാങ്ങണം. അത് നമ്മുടെ നാട്ടിൽ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ കർണാടകയിൽ എല്ലാവരുടെയും കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലുള്ളവർ എന്തെങ്കിലും കർണാടകയിൽ വരികയാണെങ്കിൽ ഈ ബാത്തിന്റെ ഒരു പാക്കറ്റ് വാങ്ങി കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ്. പ്ലേറ്റ് നക്കി, കൈ നക്കി, ശുഭം.